ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ കഴിയുമോ? അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന രീതിയും ജീവിക്കുന്ന രീതിയും ഒക്കെ ഇതുപോലെ അങ്ങ് തുടർന്നുകൊണ്ടിരുന്നാൽ, അങ്ങനെ ഒരു 6 മാസമോ 1 വർഷമൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ സ്വപ്നം കണ്ട ജീവിതം അല്ലെങ്കിൽ ആ ഒരാളായിട്ട് മാറാൻ, ഒരാഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വന്നൊരു ഉത്തരം എന്താണ്? യെസ് ആണോ നോ ആണോ? നോ ആണെങ്കിൽ ഉറപ്പായും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം ഈ ഒരു നോയുടെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മുടെ പല പാറ്റേൺസും പൊളിച്ചെഴുതാറുള്ളൊരു സമയമായിട്ടുണ്ടെന്നാണ് അല്ലേ? പലതും മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ നമ്മളിൽ പലർക്കും നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്നൊക്കെ അറിയാം. നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ ശീലങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്, ശരിക്കും ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതല്ല എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ നമ്മളൊരു ലൂപ്പിൽ പെട്ടങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ മാറ്റമില്ലാതെ പോവുക അല്ലേ? മാറ്റം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ആ ഒരു മാറ്റത്തിന് അനുയോജ്യമായ ആളായിട്ട് മാറുക എന്ന് പറയുന്നതാണ് ഇവിടെ ചലഞ്ചിങ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നാളത്തെ നമ്മുടെ ലൈഫ് സൃഷ്ടിക്കുന്നത്. നാളെ ഒരു കാര്യം നേടിയെടുക്കാൻ ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ ആഗ്രഹിച്ച ഫ്യൂച്ചർ ഒരു ദിവസം പെട്ടെന്ന് മാജിക് പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊന്നല്ല. ഇന്ന് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെയും ആക്ഷനിലൂടെയും ശീലങ്ങളിലൂടെയും ഡെയിലി ആവർത്തിക്കുന്ന ചിന്തകളുടെയും ഒക്കെ ഫലമായിട്ട് അത് രൂപപ്പെട്ടു വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് മാറുന്നതിലൂടെ, അത് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായിട്ട് എങ്ങനെ പതിയെ ട്രാൻസ്ഫോം ചെയ്യാം, അങ്ങനെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് മാറ്റേണ്ടത്, എന്തിനൊക്കെ വിട്ടുകളയണം, എങ്ങനെ ഒരു ന്യൂ വേർഷൻ ഓഫ് യുവർ സെൽഫ് ക്രിയേറ്റ് ചെയ്യാം എന്നൊന്ന് സിംപിളി പറഞ്ഞു പോകാം. ഇതിൽ കുറച്ച് സിമ്പിൾ പ്രാക്ടീസസുകളുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്ക് ആർക്കും മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് ചെയ്യാം, ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റും ചെയ്യാം. അതുപോലെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു അത്യാവശ്യമായ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്നിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടീസസുകളാണ്. അപ്പം സെൽഫ് ലവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസുകൾ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആരാണ് എന്നൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആരായി തീരണം, എന്തൊക്കെ നേടണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് ആലോചിക്കും അല്ലേ? പക്ഷേ ഇപ്പോൾ ഞാൻ ആരാണ്, എൻ്റെ ലെവൽ എന്താണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും കാണാൻ ചിലപ്പോൾ നമ്മൾ അത്ര അങ്ങോട്ട് സമയം നോക്കാറില്ല. നമ്മുടെ ഭാവി ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം എന്നതിനേക്കാൾ നിങ്ങൾ ഇപ്പോൾ ആരാണ് എന്നതിൻ്റെ പ്രതിഫലനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ദിവസവും എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് സ്വയം വിശ്വസിക്കുന്നത്, അതുപോലെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതുപോലെ ഇതൊക്കെ ചേരുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ ബിക്കമിങ് ദ പേഴ്സൺ യു ആർ ഡ്രീമിങ് ഓഫ് എന്നതിൻ്റെ ഒരു ആദ്യ പടി എന്ന് പറഞ്ഞാൽ കറണ്ട് മീ എന്നതിനെ കുറിച്ച് അറിയുക എന്നാണ്. അപ്പോൾ അതിനായിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രാക്ടീസ് ഉണ്ട്. അതായത് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, അതിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക, കറണ്ട് മീ എന്നതിന് ഹെഡിങ്ങും കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ഇപ്പോൾ ആരാണ്, എങ്ങനെയാണ് എന്നതിൻ്റെ എന്നതിനെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് എഴുതുക. നിങ്ങൾ കൈൻഡാണോ, നിങ്ങൾ ഓവർ തിങ്കറാണോ, നിങ്ങളൊരു ഹാർഡ് വർക്കറാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയാണോ, നിങ്ങൾ കാര്യങ്ങൾ നീട്ടി വയ്ക്കുന്ന ഒരാളാണോ,
സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ അതിശക്തമായി പിന്തുടരുന്നുണ്ടോ? അതോ അതിൽ മടിച്ചു നിൽക്കുകയാണോ? നിങ്ങൾ സെൽഫ് ഡൗട്ടുള്ളയാളാണോ? സെൽഫ് ലവിങ് ആണോ? നിങ്ങൾക്ക് സെൽഫ് വർത്ത് ഉണ്ടോ? നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? സ്വയം നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഒന്ന് എഴുതുക, സത്യസന്ധമായിട്ട് എഴുതുക. ചോദ്യം ചെയ്യലോ ക്രിറ്റിസിസമോ ഒന്നുമില്ല, ഒന്ന് അറിയാൻ, സ്വയം നമുക്കൊന്ന് അവെയർ ആകാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊന്ന് എഴുതി വയ്ക്കുക. ആ പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ഇതാണ്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ എന്താണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്നും കൂടി ഒന്ന് അറിയണം. അതായത് പലപ്പോഴും പ്രശ്നം പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതല്ല, പഴയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക അല്ലെങ്കിൽ അതിനെ നിർത്താൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ്. ഒരേ തരം ചിന്ത, ഒരേ തരം റിയാക്ഷൻസ്, ഭയം, ഒരേ തരം എക്സ്ക്യൂസസ് പറഞ്ഞ് എസ്കേപ്പ് ആവുക, അങ്ങനെ വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം പോലെയാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു കൺസെപ്റ്റ് കൊണ്ട് മനസ്സിലാക്കാനും കൂടെ കഴിയും. അതായത് നമ്മളൊരു ചിന്ത വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ആ ഒരു ന്യൂറൽ പാത്വേ കൂടുതൽ സ്ട്രോങ് ആവും. അതുകൊണ്ടാണ് ചിലർക്ക് ഈ ആത്മവിശ്വാസക്കുറവൊക്കെ ഒരു ശീലമായിട്ട്, ഒരു ഹാബിറ്റായിട്ട് മാറും. ആ ഭയവും എന്താണ്, അതൊരു ശീലമായിട്ട് മാറും. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം. എനിക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പാറ്റേൺസുകൾ എനിക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക. 24 hours, നെക്സ്റ്റ് 24 hours നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് പലതരം നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചിന്തയെ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഓരോ തവണ നിങ്ങൾക്കത് വരുമ്പോഴും നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ചിന്തിച്ചു, ഈ ഒരു കാര്യം, അല്ലെങ്കിൽ എത്ര തവണ എന്നുള്ള നമ്പർ ഒന്ന് എഴുതി വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മൈൻഡിൽ എത്ര തവണ ആ ഒരു കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണാം. ഇതൊരു അവയർനെസ് ആണ്. കാരണം ഈ ചിന്ത എനിക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ അത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. സോ ആ ചിന്തയ്ക്ക് പകരം നമുക്കവിടെ വേണ്ടുന്നൊരു ചിന്ത കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ മൈൻഡിന് ആ ഒരു സമയം അക്സെപ്റ്റബിളായ ഒരു പോസിറ്റീവ് തോട്ടിനെ ആക്കി അതിനെ നമുക്ക് ഡെയിലി റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ മൈൻഡിലേക്ക് കയറൂ. അപ്പോൾ എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ഞാനൊട്ടും ഹെൽത്തി അല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ അസുഖമുണ്ട്, എനിക്ക് ഓരോ ദിവസവും ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ആണോ എന്നൊക്കെ എനിക്കൊരു തോട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് പ്രോബ്ലം വരുമ്പോഴേ ഒരുപാട് വറി ആവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ഡെയിലി പ്രോബ്ലംസും ആയിരുന്നു. സോ ഞാനതിനെ കൺവേർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശരീരം ഓരോ ദിവസവും കൂടുതൽ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെ അഫർമേഷനുകളായിട്ടും അതുപോലെ എൻ്റെ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡിലും ഒക്കെ ആഡ് ചെയ്ത് പറഞ്ഞാണ് ആ ഒരു നെഗറ്റീവ് തോട്ട് ഞാൻ മാറ്റിയെടുത്തത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഓരോരോ തോട്ട്സുകളെയും നമുക്കെടുത്തിട്ട് അവെയറായിട്ട് അതിനെ നോട്ടീസ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പതിയെ നമ്മളുടെ മൈൻഡിൽ ആ ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ അത്തരം ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ സെൽഫ് വിഷൻ. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് എന്നൊന്ന് ആലോചിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാറ്, ഒരു വീട്, റിലേഷൻഷിപ്പൊക്കെ നേടിയെടുക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം ആ കാര്യങ്ങൾ നാച്ചുറലി റിസീവ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുക കൂടിയാണ് അല്ലേ? അപ്പോൾ ഒരു ചോദ്യം വരാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ വേർഷൻ എങ്ങനെയാണ്? അവരെന്ത് സംസാരിക്കും? അവരെങ്ങനെ ജീവിക്കും? അവരുടെ ഡെയിലി കാര്യങ്ങൾ എങ്ങനെയാണ്? ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ആ ഒരു എനർജി ലെവലും ഒരു തോട്ട് പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? അവരൊരു പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. അതിനായിട്ടൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ സെൽഫ് പ്രൊഫൈൽ എഴുതി വയ്ക്കുക. ഇപ്പം തന്നെ എഴുതി വയ്ക്കാം. കാരണം നമ്മളുടെ ഈ ഒരു ബുക്കിൽ തന്നെ, ജേർണൽ ബുക്കാണെങ്കിൽ ഈ പ്രാക്ടീസിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്കത് ചെയ്യാം. അതായത് എൻ്റെ ഫ്യൂച്ചർ സെൽഫെന്നോ മൈ ഫ്യൂച്ചർ സെൽഫ് എന്നൊക്കെ എഴുതിയിട്ട് ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഞാൻ വളരെ ഹെൽത്തിയാണ്, ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കുന്നു,
ഞാൻ എൻ്റെ സമാധാനത്തിനായിട്ട് ജീവിക്കുന്നു, എൻ്റെ ഓരോ തീരുമാനങ്ങളും എൻ്റെ സമാധാനം ഉറപ്പ് നൽകുന്നവയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഓരോ ദിവസവും പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് അല്ല കേട്ടോ ഇതിനകത്ത് എഴുതേണ്ടത്, ലക്ഷ്യങ്ങളുടെ ഒന്നും ലിസ്റ്റല്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ലിസ്റ്റാണ്. നിങ്ങൾ എല്ലാം അത് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്ത ഒരാളായി മാറിക്കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എഴുതി വെക്കുന്നത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ഞാൻ അതായി മാറാം എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. വെറുതെ എഴുതി വയ്ക്കുകയല്ല, ഇടയ്ക്ക് അതൊക്കെ എടുത്തൊന്ന് വായിക്കണം. നമുക്ക് പുതിയ പുതിയ തോട്ട്സുകളൊക്കെ കിട്ടും, നല്ല നല്ല പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് നമുക്ക് ഡെയിലി നടക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പലരും സ്കിപ്പ് ചെയ്യുന്നൊരു ഭാഗം ഇത് തന്നെയാണ്. കാരണം ഇത് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ സ്റ്റക്ക് ആവുന്നത്, അവരുടെ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ സ്റ്റക്ക് ആവുന്നതും ഒക്കെ. കാരണം അവർ ഫ്യൂച്ചർ സെൽഫിനെ വിഷ്വലൈസ് ചെയ്യും, പക്ഷേ ഇന്നത്തെ ദിവസം എന്നിട്ട് പഴയ രീതിയിൽ ജീവിക്കും. ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ കുത്തിയിരുന്ന് ചെയ്യും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതെല്ലാം ചെയ്തൊരു ചടങ്ങ് പോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പഴയ രീതിയിൽ ഇന്നത്തെ ദിവസം ജീവിച്ചു പോകും. അപ്പം എവ്രി ആക്ഷൻ ഈസ് എ വോട്ട് ഫോർ ദ പേഴ്സൺ യു വാണ്ട് ടു ബിക്കം എന്ന് പറയുന്ന പോലെ ഓരോ ചെറിയ ആക്ഷനും നിങ്ങൾ ആരാകുന്നു എന്നതിനുള്ളൊരു വോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസവും ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഉണ്ടല്ലോ, ആ ആള് ചെയ്യാനിടയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരാളായി മാറിയതിന് ശേഷം ചെയ്യുന്ന ഹാബിറ്റുകളിൽ ഒരെണ്ണത്തിന് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ഒരാളാണെങ്കിൽ ഇന്ന് മുതൽ ദിവസവും ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് പോയിന്റ് നിങ്ങൾ അങ്ങ് എഴുതുക. ഒരു പുസ്തകം വായിക്കുന്ന ആളാണെങ്കിൽ ദിവസവും 5 മിനിറ്റ് എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് വായിക്കാൻ നോക്കുക. അങ്ങനെ ആ ഒരു ഹാബിറ്റ് നമ്മൾ നാച്ചുറലി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ ആരോഗ്യം നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കാൻ എടുക്കുക. അങ്ങനെ വളരെ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ ഇന്നേ തുടങ്ങി വെക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ സെൽഫിലേക്കുള്ള നമ്മളുടെ ആ ഒരു പാത്ത് ഇവിടെ നിന്ന് തന്നെ ഇന്ന് തന്നെ നമുക്ക് അങ്ങ് തുടങ്ങാൻ പറ്റും. ഇതൊക്കെ ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പാർട്ടാണ്. ഇനി ആക്ട് ആസ് ദാറ്റ് പേഴ്സൺ ടുഡേ, അതായത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ, പലരും ചിന്തിക്കും ഞാൻ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയാൽ ഞാൻ അങ്ങ് കോൺഫിഡൻ്റ് ആകാമെന്ന്. പക്ഷെ എന്താണ്, ആദ്യം അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക. പുറത്തിറങ്ങി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം കണ്ണാടിയുടെ മുന്നിൽ നോക്കി സ്വന്തം മുഖത്ത് നോക്കി നിന്നുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കുക. അപ്പം നമുക്കെന്താ, ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് കോൺഫിഡൻസ് രൂപപ്പെടും. അപ്പം ബ്രെയിൻ നമ്മളുടെ ആക്ഷൻ കണ്ടുകൊണ്ടാണ് പുതിയ ഐഡൻറ്റിറ്റിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു പവറായിട്ട് പറയാൻ പറ്റും. റിപ്പീറ്റഡ് ആക്ഷൻസ് ക്രിയേറ്റ് ന്യൂ വയറിങ് പോലെ. അതായത് നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്വയം ചോദിക്കുക. ഇന്ന് എൻ്റെ ഫ്യൂച്ചർ സെൽഫ് ആയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊന്ന് ചോദിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസറിന് അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ ആക്ഷൻ ചൂസ് ചെയ്യുക. ഒരേ ഒരു ആക്ഷൻ മതി. എന്തെങ്കിലും ഒരു തീരുമാനമാവട്ടെ, ഒരു വർക്കൗട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ജേർണി എൻട്രി ആവട്ടെ, ഒരു ബൗണ്ടറി ആവട്ടെ, ഒരു ഫോൺ കോൾ ആവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വയ്ക്കുക. അപ്പോൾ ഈ ഒരു 5 പോയിൻറ്റ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 5 പോയിൻറ്റ്സിനും പറ്റിയ 5 പ്രാക്ടീസസും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിലേക്കുള്ള നമ്മളുടെ യാത്ര തുടങ്ങണം. അല്ലെങ്കിൽ നമ്മളുടെ പഴയ പാറ്റേൺസുകളെയൊക്കെ മാറ്റി
നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന കുറച്ച് പ്രാക്ടീസസുകളാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി നമുക്ക് മാറാൻ കഴിയും. അത് ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് മാറുന്ന ഒന്നല്ല. പക്ഷെ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, ഉറപ്പായും നിങ്ങൾ ആ പഴയ പോലെ ഇപ്പോൾ ചിന്തിക്കുന്നില്ല, പഴയ പോലെ പ്രതികരിക്കുന്നില്ല, പഴയ നിങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാനിഫെസ്റ്റ് ചെയ്തതല്ല, നിങ്ങൾ അവിടെ ഒരു പുതിയ ഐഡൻറ്റിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവും. അവിടെയാണ് യഥാർത്ഥ ഒരു ട്രാൻസ്ഫോർമേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ സ്വയം ചോദിക്കുക, എനിക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല, എനിക്ക് ആ ഒരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ചോദ്യത്തിന് ദിവസവും ഉത്തരം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കാനും മറക്കരുത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.